നമുക്കറിയാം മെക്കോങ്കി ലാക്ടോസ് നോൺ ലാക്ടോസ് ഫെർമെന്റേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്തതാണ്. ഡിഫറൻഷ്യൽ ആണ്. കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ജനറൽ നോളജ് അങ്ങനെ ഒന്നും പഠിക്കേണ്ടതില്ല. LJ മീഡിയം ഏത് ബാക്ടീരിയ ആയിരുന്നു? നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിനാണ്. ഓക്കെ, ഹായ് ഓൾ, വെൽക്കം ടു എജുസ് അക്കാദമി. നിങ്ങൾ എല്ലാവരും JLA എക്സാമിന് വേണ്ടിയിട്ടാണല്ലേ വെയിറ്റ് ചെയ്യുന്നത്? എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് JLA. നിങ്ങൾക്കറിയാം +2 വെറും +2 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. നമുക്ക് ബാക്കി PSC എക്സാം പോലെ തന്നെ ഇംഗ്ലീഷോ അതുപോലെ കറണ്ട് അഫയേഴ്സോ ജനറൽ നോളജോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ജസ്റ്റ് ബേസിക്, ജസ്റ്റ് +2 മാത്രമാണ് പറയുന്നത്. അതുപോലെ VSC MLT-കാർക്കും അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് +2 പഠിച്ചത്, നിങ്ങൾക്ക് സിലബസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ +2 പഠിച്ച സെയിം കാര്യമാണോ? പുതുതായിട്ട് ഒന്നും തന്നെ പഠിക്കുന്നില്ല. അപ്പൊ JLA പാർട്ട് 1 വരുന്നത് MLT ആണ്. അപ്പൊ 50 മാർക്കിന് വരുന്നത് MLT ആണ്. നമ്മൾ അതിൽ ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നിക്സ്, അതുപോലെ തന്നെ പാത്തോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അങ്ങനെ പാരസൈറ്റോളജി, അതുപോലെ അങ്ങനെ കുറച്ച് ഏരിയ മാത്രം ഒരു 50 മാർക്കിന് ചോദിക്കുന്നത് MLT പോർഷൻ നിന്നാണ്. അതുപോലെ തന്നെ ബാക്കി 50 മാർക്കിനാണ് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, ബോട്ടണി, സുവോളജി എന്നീ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നമുക്ക് ഡിസംബറോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ നമ്മൾ സിലബസ് എല്ലാം കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമുക്കൊരു 6 മാസത്തിനുള്ളിൽ, 6 മാസത്തോടും നമുക്ക് ജൂണോട് കൂടി തന്നെ നമുക്ക് ഒരു കൺഫർമേഷനും അത് കഴിഞ്ഞ് എക്സാമും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സിലബസ് കവർ ചെയ്ത് റിവിഷനും ചെയ്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ JLAക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ +2 ആയതുകൊണ്ട്, +2 ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് വേറെ കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ജനറൽ നോളജ് അങ്ങനെ ഒന്നും പഠിക്കേണ്ടതില്ല. നമ്മൾ ആ സിലബസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ പഠിക്കണ്ടൂ. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ JLA ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളേഴ്സ് ഓഫ് കൾച്ചർ മീഡിയ ആണ്. ഇപ്പൊ നമ്മൾ JLAയുടെ സിലബസിൽ നമ്മൾ പറഞ്ഞു പാർട്ട് 1 വരുന്നത് MLT ആണ് അല്ലെ? പാർട്ട് 1 MLTയിൽ ഒരു പോർഷൻ ആണ് മൈക്രോബയോളജിയിൽ കൾച്ചർ മീഡിയ പറ്റി പറയാതെ മൈക്രോബയോളജി നമുക്ക് പഠിക്കാൻ സാധിക്കില്ല അല്ലെ? മൈക്രോബയോളജിയിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൾച്ചർ മീഡിയ. ഓക്കെ, അപ്പൊ കൾച്ചർ മീഡിയയിൽ നമ്മൾ കളേഴ്സ് ഓഫ് കൾച്ചർ മീഡിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞി ടേബിൾ ആക്കി വെക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒക്കെ ഒരു ടേബിൾ ആക്കി വെക്കുക. നമ്മൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്, നമ്മൾ സിലബസ് കവർ ചെയ്യാന്നുള്ളതല്ല, നമ്മളത് റിവൈസ് ചെയ്യണം, നമ്മൾ റിവിഷൻ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ എല്ലാം ഒറ്റവട്ടം കവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. നമുക്ക് പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും അത് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് കുറച്ച് കുഞ്ഞി പൊടിക്കൈകളൊക്കെ നമുക്ക് പ്രയോഗിക്കാം. കാരണം നമ്മൾ ന്യൂമോണിക്സോ അല്ലെങ്കിൽ ടേബിളോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്കൊരു അട്രാക്റ്റീവ് ഒക്കെ തോന്നുന്ന രീതിക്ക് നമ്മളൊരു കളേഴ്സ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഹൈലൈറ്റർ കൊണ്ടൊക്കെ മാർക്ക് ചെയ്ത്, അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ബുക്ക് തുറക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കളർഫുൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ആവും അല്ലെ? നമുക്ക് ഫുൾ പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ കുറേ സെന്റൻസ് മാത്രമാണെങ്കിൽ നമുക്ക് ആകെ ഒരു മടുപ്പ് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും. അപ്പൊ കുഞ്ഞു സെന്റൻസ്, കുഞ്ഞു കീവേഡ്സ്, ന്യൂമോണിക്സ് അല്ലെങ്കിൽ ടേബിൾസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എജുസ് അക്കാദമിയുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ എന്തായാലും നിർബന്ധമായിട്ടും കാണണം. കാരണം നിങ്ങൾക്ക് പഠിക്കാനപ്പുറത്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കണം അല്ലെ? അപ്പൊ അതിനായിട്ട് കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിക്കണം, കുറച്ച് എക്സാം സ്ട്രാറ്റജി ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. കുഞ്ഞു ഷോർട്ട് നോട്ട് ആക്കി വെക്കുക, സ്റ്റിക്കി നോട്ട് ആക്കി വെക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് എപ്പോഴും ഓർമ്മ നിൽക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ PSCക്കാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഓരോ സയന്റിസ്റ്റുകളുടെ പേരും അതുപോലെ തന്നെ നോബൽ പ്രൈസ് കിട്ടിയ ഇയേഴ്സ് അങ്ങനെ കുറെ കാര്യങ്ങളും നമ്പേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എപ്പോഴും ഓർത്തിരിക്കാൻ നമ്മൾ എപ്പോഴും എഴുതി നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറച്ചു നോക്കുക അല്ലെ? നമ്മളെപ്പോഴും അതൊന്ന് റിവൈസ് ചെയ്യുക. റിവിഷൻ ആണ് നമ്മൾ പഠിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് റിവിഷൻ ചെയ്യുക, അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വേണ്ടി ആരും ഇനി വെയിറ്റ് ചെയ്യരുത്, ഉടനെ തന്നെ എജുസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. നമ്മൾ എന്തിനാ നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെ? നമുക്ക് മുന്നേ പഠിച്ചു തുടങ്ങാം, സിലബസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും തിരക്കുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കും അല്ലെ? അപ്പോൾ പിന്നെ നമുക്കൊരു 6 മാസം നോട്ടിഫിക്കേഷൻ, നമുക്കൊരു 6 മാസം നമുക്ക് ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കും നമുക്ക് 6 മാസമുള്ളിൽ നമുക്കൊരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്, അയ്യോ അതൊക്കെ മിസ്സാവുമല്ലോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ആ 6 മാസം കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ജോലിക്ക് കയറുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, അപ്പൊ കുറച്ച് ഹാപ്പിനെസ് കിട്ടും അല്ലെ? അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോലി, ഈ 6 മാസം കഴിഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങൾ നല്ലൊരു നിലയിൽ സെറ്റിൽ ആവുമെന്ന് ആലോചിക്കുക. അപ്പൊ ഈ ഒരു 6 മാസം നമുക്ക് ഈസി ആയിട്ട്
കടന്നു പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് വരാം. കളേഴ്സ് ഓഫ് കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയയിൽ നമുക്കറിയാം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ കൾച്ചർ മീഡിയയിലും അത് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ഇൻഡിക്കേറ്റർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഗാൻസ് ഇനോക്കുലേറ്റ് ചെയ്ത് പിറ്റേ ദിവസം അതിന്റെ ആസിഡ് ഫെർമെന്റേഷൻ ആണോ അതൊക്കെ നടന്ന് ആൽക്കലി ഫെർമെന്റേഷൻ ആണോ ആൽക്കലീൻ പ്രൊഡക്ഷൻ ആണോ അല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് പിറ്റേ ദിവസം ആ ഒരു കളർ ചേഞ്ച് കാണുന്നത് അല്ലെ. അപ്പോൾ ഓരോ മീഡിയയിലും അതിന്റെ ഇൻഡിക്കേറ്ററിന് വളരെ 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 പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മീഡിയയിലും ഇൻഡിക്കേറ്റർ അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് കൾച്ചർ മീഡിയയിലെ കളേഴ്സ് ആണ്. ഓക്കെ, കളേഴ്സ് ഓഫ് കൾച്ചർ മീഡിയ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മീഡിയ ടൈപ്പ് മെക്കോങ്കി അഗാർ ആണ്. നമുക്കറിയാം മെക്കോങ്കി ലാക്ടോസ് നോൺ ലാക്ടോസ് ഫെർമെന്റേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്തതാണ്, ഡിഫറൻഷ്യൽ ആണ്. അതിനുപരി ഒരു സെലക്റ്റീവ് മീഡിയ കൂടിയാണ് മെക്കോങ്കി അഗാർ. അപ്പൊ നമ്മൾ കൾച്ചർ മീഡിയയുടെ ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ആരും കാണാൻ മറക്കരുത്. അപ്പോൾ മെക്കോങ്കി അഗാറിൽ ഇൻഡിക്കേറ്റർ വരുന്നത് ന്യൂട്രൽ റെഡ് ആണ്. ഏതാണ്? ന്യൂട്രൽ റെഡ് ആണ്. ഓക്കെ, അപ്പൊ മെക്കോങ്കി അഗാറിൽ വരുന്നത് ന്യൂട്രൽ റെഡ് ആണ്. ദെൻ XLD സൈലോസ് ലൈസിൻ ഡിയോക്സിക്കോളേറ്റ്. ഓർത്തിരിക്കുക, സൈലോസ് ലൈസിൻ ഡിയോക്സിക്കോളേറ്റ്. ഫീനോൾ റെഡ് നമ്മൾ സാൽമോണല് ഷിഗല്ലയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് XLD അല്ലെ. അതില് സാൽമോണലയ്ക്ക് നമ്മളൊരു H2S പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും, ഷിഗല്ലയ്ക്ക് അത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ XLD എന്നാണ് സൈലോസ് ലൈസിൻ ഡിയോക്സിക്കോളേറ്റ് ആണ്. ഫീനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ. മെക്കോങ്കിയിൽ ഏതായിരുന്നു? ന്യൂട്രൽ റെഡ് ആണ്. ദെൻ EMB ഇയോസിൻ മെഥിലിൻ ബ്ലൂ. അത് ഏതോ ബാക്ടീരിയ ആയിരുന്നു? നമ്മള് ഇക്കോളയ്ക്കാണ് അല്ലെ. അതിൽ ഗ്രീൻ മെറ്റാലിക് ഷീൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇയോസിൻ വൈ ആൻഡ് മെഥിലിൻ ബ്ലൂ. ഓക്കെ, ഇയോസിൻ വൈ ആൻഡ് മെഥിലിൻ ബ്ലൂ. ദെൻ TCBS ഏത് ബാക്ടീരിയ? വിബ്രിയോ കോളറയ്ക്കാണ് അല്ലെ. തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈസോൾട്ട് സൂക്രോസ് അഗാർ. തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽസോൾട്ട് സൂക്രോസ് അഗാർ. TCBS ഇമ്പോർട്ടന്റ് ആണ്. TCBSൽ ഒരു ഗ്രീൻ കളർ ആയിരിക്കും, അതില് യെല്ലോ കളർ ആയിരിക്കും കോളനീസ് ഉണ്ടാവുക വിബ്രിയോ കോളർക്ക്. വിബ്രിയോ കോളറയുടെ സെലക്റ്റീവ് മീഡിയ ആണ് TCBS. ദെൻ ബ്രോമോ തൈമോൾ ബ്ലൂവും തൈമോൾ ബ്ലൂ ആണ് ഇൻഡിക്കേറ്റർ. ഏതാണ്? ബ്രോമോ തൈമോൾ ബ്ലൂവും തൈമോൾ ബ്ലൂ. ഓക്കെ, അപ്പൊ മെക്കോങ്കിൽ ഏതായിരുന്നു? ന്യൂട്രൽ റെഡ് ആണ്. XLDയില് ഫീനോൾ റെഡ് ആണ്. EMBയില് ഇയോസിൻ വൈ ആൻഡ് മെഥിലിൻ ബ്ലൂ ആണ്. ദെൻ TCBSൽ ഏതാണ്? ബ്രോമോ തൈമോൾ ബ്ലൂവും തൈമോൾ ബ്ലൂ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ടേബിൾ നോക്കാം. ബ്ലഡ് അഗാറിൽ പ്രത്യേകിച്ച് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. അതിൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഹിമോലൈസിസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബീറ്റ ഹിമോലൈസിസ് ആൽഫ ഹിമോലൈസിസ് അല്ലെ, അതിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ലോവൻസൺ ജെൻസൺ മീഡിയം. ഏതാണ് ലോവൻസൺ ജെൻസൺ മീഡിയം? LJ മീഡിയം. ഏത് ബാക്ടീരിയ ആയിരുന്നു? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് അല്ലെ, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയാണ്. നമുക്കറിയാം നമ്മൾ മീഡിയ സ്റ്റെറിലൈസേഷൻ ആ ഒരു ടൈം മുതലേ നമ്മൾ LJ മീഡിയം എക്സാമ്പിൾ ആയിട്ട് ഇൻസുഫിസേഷൻ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. LJ മീഡിയം, അതുപോലെ ലോഫ്ലസ് സെറം സ്ലോപ്പ്, അത് കോർണി ബാക്ടീരിയ ഡിഫ്തീരിയ ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇൻസുഫിസേഷൻ എക്സാമ്പിൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ മാലക്കേറ്റ് ഗ്രീൻ ആണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ലോവൻസൺ ജെൻസൺ ഏതായിരുന്നു? മാലക്കേറ്റ് ഗ്രീൻ. ദെൻ TSI ട്രിപ്പിൾ ഷുഗർ അയോൺ അഗാർ. അതിൽ ഫീനോൾ റെഡും ഫെറിക് അമോണിയം സിട്രേറ്റും. നമുക്കറിയാം TSIയിൽ നമ്മൾ ഗ്യാസ് പ്രൊഡക്ഷൻ നോക്കും, അതുപോലെ തന്നെ നമ്മൾ H2S പ്രൊഡക്ഷൻ ഒക്കെ നോക്കും അല്ലെ. അപ്പൊ അതിൽ ഫീനോൾ റെഡും ഫെറിക് അമോണിയം സിട്രേറ്റ് ആണ് ഇൻഡിക്കേറ്റർ വരുന്നത്. TSIയിൽ ട്രിപ്പിൾ ഷുഗർ 3 ഷുഗർ ഉണ്ട്, ഗ്ലൂക്കോസ് ലാക്ടോസ് സൂക്രോസ്. അതിൽ ഗ്ലൂക്കോസ് 0.1%, ബാക്കിയൊക്കെ 1% ഉണ്ട്. ഓക്കെ, ദെൻ യൂറിയസ് മീഡിയം ക്രിസ്റ്റൻസൺ മീഡിയ ആണ്. അതിലും ഫീനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ. നമുക്കറിയാം സ്ട്രിക്റ്റ് യൂറിയസ് പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം പ്രോട്ടിയസ് ആണ്, ഒക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ അതൊരു നല്ലൊരു പിങ്ക് കളർ ആയിട്ട് കാണും. ഓക്കെ, അപ്പൊ യൂറിയസ് മീഡിയം ക്രിസ്റ്റൻസൺ മീഡിയ അത് ഇമ്പോർട്ടന്റ് ആണ്. ആ പേരൊന്ന് ഓർത്തിരിക്കുക, ക്രിസ്റ്റൻസൻസ്. ഓക്കെ, ലോവൻസൺ ജെൻസൺ മീഡിയ നമുക്കറിയാം ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയക്ക്, നമ്മുടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിനാണ്. ഓക്കെ, ദെൻ മാനിറ്റോൾ സോൾട്ട് അഗാർ MSA, അതിലും ഫിനോൾ റെഡ് ആണ്. ഓക്കെ, നമ്മൾ XLDയിലും ഫിനോൾ റെഡ് ആണ് കണ്ടത് അല്ലെ. ഫിനോൾ റെഡ് അപ്പൊ ഒരുപാട് മീഡിയസിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് മീഡിയസേ ഉള്ളൂ. അപ്പൊ അതിലുള്ള ഇൻഡിക്കേറ്റർ ഏതാന്ന് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സിമ്മൺ സിട്രേറ്റ് മീഡിയ ഉണ്ട്. സിമ്മൺ സിട്രേറ്റ് മീഡിയയിൽ ഏതായിരുന്നു ഇൻഡിക്കേറ്റർ? സിമ്മൺ സിട്രേറ്റിൽ ബ്രോമോ തൈമോൾ ബ്ലൂ ആണ്. നമ്മൾ ഇംവിക്കിൽ ഉപയോഗിക്കുന്നതാണ് സിമ്മൺ സിട്രേറ്റ് മീഡിയ. സിട്രേറ്റ് കാർബൺ സോഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ആൽക്കലൈൻ പ്രോഡക്ട്സ് ഉണ്ടാവുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബ്രോമോ തൈമോൾ ബ്ലൂ തന്നെയാണ്. അതൊന്ന് ആലോചിക്കുക, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിലുള്ള മീഡിയാസും ഇപ്പൊ നമ്മൾ പറഞ്ഞ മീഡിയാസും അതിലുള്ള ഇൻഡിക്കേറ്റേഴ്സും ഒന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. കൾച്ചർ മീഡിയ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കണം. കൾച്ചർ മീഡിയ കുറച്ച് കൺഫ്യൂഷൻ
കൺഫ്യൂഷൻ. നമുക്ക് ഡിഫറൻഷ്യൽ മീഡിയാസും അതുപോലെ സെലക്റ്റീവ് മീഡിയാസ്, എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, അങ്ങനെ ഒരുപാട് മീഡിയാസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിലൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓരോ ബാക്ടീരിയയ്ക്കും സ്പെഷ്യലാണ്. ഇപ്പൊ നമ്മൾ TCBS വിബ്രിയോ കോളറയ്ക്ക് പറഞ്ഞു, അതുപോലെ തൈർമാർട്ടിൻ മീഡിയ ഉണ്ട്, അത് നെയ്സീരിയ ഗോണറിയ, അങ്ങനെ ഓരോന്നിനും ഓരോരോ മീഡിയാസ് ഉണ്ട്. അപ്പോൾ അത് എക്സാമ്പിൾസ് ഉണ്ട് ഓരോ ഓർഗാൻസിനും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എജ്യൂസ് അക്കാദമിയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടും. നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് ഒക്കെ മിസ്സാവാതെ എല്ലാവരും കാണുക. അപ്പോൾ ജയിലിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.